ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് ഇന്ന് ആദ്യം തന്നെ പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം നമ്മൾ ഒരു മാസത്തിലേറെയായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 52 വീഡിയോസ് ഇട്ട്, എന്നിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗെയ്സ്. ഫസ്റ്റ് നമ്മൾ തുടക്കമല്ലേ, അപ്പം അതിൻ്റേതായ ഒരുപാട് കുറ്റവും കുറവുകളൊക്കെ ഉണ്ട് ഗെയ്സ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൽബീന പൗഡറാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെന്തെങ്കിലും സ്ട്രെസ്സ് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മാറുമെന്നാണ് പറഞ്ഞത്. ഒരു മെഡിസിനാണ്, ഒരു പവർഫുള്ളായിട്ടുള്ള മെഡിസിനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ട്രെൻഡിങ്, ഈ തൽബീന പൗഡർ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡിങ് വന്ന സമയത്ത് ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഞാൻ യു കെയിലാണ് ഗേസ്. അപ്പം ഇവിടെ ഞാൻ മിക്ക കടകളിലും കയറി നോക്കി ബാർലി റൈസ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊറിയർ ചെയ്തായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഉമ്മടുത്ത് തൽബീന അല്ല, ബാർലി റൈസും കൂടെ മേടിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് കൊറിയർ വന്നെയാണ് ബാർലി റൈസ്. അപ്പം എൻ്റെ ഒരു ഐഡിയ വെച്ചാണ് ഗേസ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് തൽബീനയല്ല, ബാർലി റൈസ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ പോകാൻ വെച്ച് ഒന്ന് ഉണങ്ങി കിട്ടിയപ്പം വറുത്ത് ഗേസ്, ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുത്ത് പൊടിച്ച് നല്ലപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് വറുത്തു. നമുക്കൊരു കിളിയില പരുവത്തിൽ കിട്ടും, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുമ്പം. എന്നിട്ട് ഗേസ് നല്ലപോലെ പൊടിച്ചു. പക്ഷേ നല്ല ഫൈൻ പൗഡറായിട്ട് എനിക്ക് പൊടിഞ്ഞ് കിട്ടിയില്ല, ഒരു ചെറിയൊരു തരിയരിപ്പുണ്ടായിരുന്നു. എന്തായാലും അത് പൊടിച്ചെടുത്ത് എന്നിട്ട് ഞാൻ ഒരു ബൗളിലോട്ടത് മാറ്റി. ഞാൻ ഇതിനകത്ത് ചൂടോടാണ് തട്ടിയിട്ടത്. നിങ്ങളതുപോലെ ചൂടോടെ തട്ടിയിട്ടൊന്നും പൊടിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ മിക്സി അടിച്ചു പോകും. ഞാൻ ചൂട് ജസ്റ്റ് അത് വെച്ച് ഇളക്കി കൊടുത്ത് ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് പൊടിച്ചെടുത്തത്. പിന്നെ നമ്മൾ യു കെയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഫയർ അലാറം അടിക്കാതിരിക്കാൻ കേസ് പിരമിഡ് ചിമ്മിനി കുക്കർ ഓണാക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഫയർ അലാറം അടിക്കും. അപ്പം അതാണ് ഞാൻ ഇടയ്ക്ക് ഓണാക്കിയത് കാണിച്ചത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് നട്ട്സൊക്കെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പാനിൽ തട്ടിയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ഗൈസ്, എന്തോ ഇടാൻ മറന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം ഞാൻ ഇതിൽ തട്ടിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതാണ്ടേ കാഷ്യൂനട്ടുണ്ട്, ബദാമുണ്ട്, പിന്നെ മുന്തിരി തന്നെ 2 സൈസ് ഉണ്ട് ഗൈസ്. ഉണക്കമുന്തിരി കറുപ്പുണ്ട്, വെള്ള ഉണക്കമുന്തിരിയുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. എന്നിട്ട് ഞാൻ ചിന്തിക്കുക വേറെന്തോ ഇടാൻ മറന്നല്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഈത്തപ്പഴം ഇടാൻ മറന്ന്. അങ്ങനെ ഞാൻ ഗൈസ് ഈത്തപ്പഴം എടുത്തുകൊണ്ട് വന്ന് അതിലിട്ട്. എന്നിട്ട് ഞാൻ ചിന്തിക്കുക ഇതെല്ലാം കൂടെ മിക്സിയിൽ ആടി കിട്ടുമോ, എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, എങ്ങനെ അവസാനം എന്താവുമെന്ന് നോക്കാം. അങ്ങനെ അതും കൂടി ഇട്ട് വറുത്ത്. പിന്നെ ഞാൻ ചിന്തിക്കുക വേറെ എന്തോ ഇടാൻ മറന്നല്ലേ. അപ്പോഴാണ് ഏലക്കയുടെ കാര്യം ആലോചിച്ചത്. നമുക്ക് ഒരു മണത്തിനും ഫ്ലേവറിനും വേണ്ടി കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഏലക്കയും കൂടെ വിതറി അങ്ങനെ പിന്നെയും നമ്മൾ ഇളക്കി വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഞാൻ ചിന്തിക്കുന്നത്, എന്നിട്ട് ഞാൻ ആലോചിക്കുന്ന കേസ് വേറെ എന്തോ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇടാൻ എടുത്ത് വെച്ചാൽ ഞാൻ ആലോചിക്കുക എന്തുവായിരുന്നു. പക്ഷേ സൈഡിലൊന്നും കാണുന്നില്ല, എവിടെയോ കവറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുക എന്തുവായിരുന്നു, ചിന്തിച്ചിട്ട് അത് മാത്രം പിടികിട്ടുന്നില്ല കേസ്. അപ്പം ഞാൻ ചിന്തിച്ച് ഇനിയിപ്പോൾ അത് പോട്ട് എന്നിങ്ങനെ വിചാരിച്ച് പിന്നെ ഇങ്ങനെ ഇളക്കി നമുക്കൊരു ഏകദേശം അതൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് സെറ്റാവും. പിന്നെയും ഇത് പൊടിഞ്ഞ് കിട്ടുമോയെന്നൊരു ഡൗട്ട്. ഈത്തപ്പഴമൊക്കെ മിക്സിയിലിട്ടാൽ എങ്ങനെ ആവും, പൊടിഞ്ഞ് കിട്ടുമോ, ജ്യൂസ് അല്ലല്ലോ നമ്മൾ പൊടിച്ചെടുക്കുമല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്ത് കേസ് എല്ലാം കൂടെ. ചിലപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഈത്തപ്പഴവും മുന്തിരി എല്ലാം കൂടെ ഉള്ളത് കൊണ്ട്. പക്ഷേ നട്ട്സ് അല്ലേ, നമുക്കത് അത് ഉണ്ടാക്കുമ്പം ഇടയ്ക്ക് കടിക്കാൻ കിട്ടും, കുഴപ്പമില്ല, നല്ലതല്ലേ. അങ്ങനെ ഞാൻ ഒന്ന് വറുത്തെടുത്ത് മിക്സിയിലിട്ട് ഒരു കുറച്ച് നേരം എടുത്ത് കേസ് അതൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു കുഴമ്പ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. നമ്മളപ്പോൾ അതെല്ലാം കൂടെ മറ്റേ പൊടിയായിട്ട് തട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച കേസ്. അപ്പോൾ ഈ പാത്രത്തിലിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കൈ വെച്ച് ഇളക്കുമ്പോഴത്തേക്ക് അത് വെളിയിൽ പോകും. അങ്ങനെ ഒരു ടിന്നി തട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്ത്. അപ്പം മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട പോലെ. അത് മറ്റേ നമ്മൾ നട്ട്സ് പൊടിച്ചപ്പം കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അത് ഗൈസ് പാലുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പം ഇതങ്ങ് അലിയും. നല്ലതുപോലെ വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അതങ്ങ് അലിയും. ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഇത്രയും ആയില്ലേ, നമുക്കൊന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കാമെന്ന് വിചാരിച്ച്.
അങ്ങനെ നല്ലപോലെ പാലൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് കേസ് കറക്റ്റായിട്ട് അത് അലിഞ്ഞ് പാലിനകത്ത് അത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പം അത് അലിഞ്ഞ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി തേനും കൂടെ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേസ്. ഞാൻ തേൻ ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി. നിങ്ങൾ ഇത്രയും തേനൊന്നും ഒഴിക്കരുത് കേട്ടോ. ഓൾറെഡി അതിനകത്ത് ഈത്തപ്പഴം ചേർത്തതിൻ്റെ ഒരു മധുരം ഉണ്ടായിരുന്നു. അപ്പം തേനും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും ഞാൻ ഇത് ഇവിടെയൊക്കെ തണുപ്പായതുകൊണ്ട് തേൻ ഒറിജിനൽ ആണെങ്കിലൊക്കെ അത് കട്ട പിടിക്കും. തേൻ കട്ട പിടിച്ചിരിക്കുന്നതാണ്. അത് പിന്നെ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചായിരിക്കുന്നത്. ഒറിജിനൽ സാധനങ്ങളൊക്കെ കയറി കട്ട പിടിക്കും. അപ്പം നമ്മളത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ആ നട്ട്സിൻ്റെയാണ്. അത് നമുക്ക് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഞാൻ ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി വെച്ച് എനിക്ക് അങ്ങനെയൊന്നും അലങ്കരിക്കാൻ അറിയത്തില്ല കേസ്. അവസാനം ഈ പരിവാക്കി. അവസാനം ഞാൻ പൊടിക്കാൻ വെച്ചിരുന്ന സാധനം കിട്ടി കേസ്. പംകിൻ സീഡായിരുന്നു. അത് പിന്നെ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് കേസ്. സംഭവം കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ട്.